ജോഫിന്റെ പരിശ്രമത്തിന് അർഹമായ വിജയം രേഖാചിത്രത്തെക്കുറിച്ച് രമേശ് പിഷാരടി പറഞ്ഞത്. അടുത്തിടെ തിയേറ്ററുകളിലേക്ക് എത്തിയ രേഖാചിത്രം മികച്ച പ്രതികരണമായിരുന്നു സ്വന്തമാക്കിയത്. സെലിബ്രിറ്റികളും പ്രേക്ഷകരും ചിത്രത്തെ അഭിനന്ദിച്ച് എത്തിയിരുന്നു. ജോഫിന്റെ പ്രയത്നത്തെ അഭിനന്ദിച്ച് രമേശ് പിഷാരടിയും ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു. താങ്ക് യു രമേശ് ഏട്ടാ എന്നായിരുന്നു ജോഫിൻ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത്. രേഖാചിത്രം കണ്ടു. സുഹൃത്ത് ജോഫിൻ ടി ചാക്കോയുടെ മാന്യമായ പരിശ്രമത്തിന് അർഹമായ വലിയ വിജയം. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ രൂപരേഖ കേട്ടിരുന്നു. സ്ക്രീനിൽ ആസിഫ് അലിയുടെ കഥാപാത്രം ചുരുളുകൾ അഴിക്കുവാൻ നടത്തുന്ന യാത്ര പോലെയോ അതിനപ്പുറമോ ആയിരുന്നു ജോഫിന്റെ യാത്ര. സംശയങ്ങൾ, സമ്മതങ്ങൾ, സംവാദങ്ങൾ. ഒടുവിൽ സംവിധായകന്റെ പേര് തിയേറ്ററിൽ എഴുതി കാണിച്ചപ്പോഴുള്ള കരഘോഷങ്ങളിൽ ആ യാത്ര എത്തി നിൽക്കുന്നു. ഇന്ദ്രൻസ്റ്റന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് തന്നെ കുറിക്കട്ടെ. സിനിമ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും. ജോഫിന്റെ ഇന്റലിജൻസിനെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി വിശ്വസിച്ച മമ്മൂട്ടി ചേട്ടനും രേഖാചിത്രത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഏവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും എന്നുമായിരുന്നു രമേശ് പിഷാരടി കുറിച്ചത്. മമ്മൂട്ടി ചേട്ടനും ട്രെൻഡ് ആയല്ലോ എന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ. ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടി ചേട്ടനായി മാറിയെന്നായിരുന്നു ആസിഫ് അലി പറഞ്ഞത്. സിനിമയിലെത്തിയ കാലം മുതൽ മമ്മൂക്ക എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പോഴാണ് അത് മമ്മൂട്ടി ചേട്ടനായി മാറിയത്. സിനിമയുടെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും മമ്മൂക്ക പിന്തുണയുണ്ടായിരുന്നു. സിനിമ ചെയ്യാനുള്ള പ്രചോദനമായി മാറുകയായിരുന്നു അദ്ദേഹം. സിനിമയുടെ റിലീസ് വരെ വളരെയധികം പ്രയാസപ്പെട്ടാണ് സസ്പെൻസുകൾ മനസ്സിൽ സൂക്ഷിച്ചത്. മമ്മൂക്ക ചിത്രത്തിൽ ഉണ്ടായിരുന്നോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. റിലീസിന് ശേഷമാണ് ആ രഹസ്യം പരസ്യമായതെന്ന് ആസിഫും അനശ്വരയും പറഞ്ഞിരുന്നു.